വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സിനിമാറ്റിക് എഫക്ട്സ് പോലുള്ളത് വരുത്താനുള്ള ചില കൈൻഡ് മാസ്റ്റർ ടിപ്സാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നത് പകുതിയിലധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഫിലിം സൈഡ് കട്ട് ആണ്. സോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുന്നത് സിനിമയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ ഒന്ന് ലേശം ഒരു മുറിച്ച് മാറ്റിയിട്ട് അവിടെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും. സോ അത് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർലേ സെലക്ട് ചെയ്ത് അതിൽ ഗെറ്റ് മോർ നീക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ശേഷം നിങ്ങൾ അതൊരു സിനിമാറ്റിക് കട്ടായിട്ടുള്ള നാലാമത്തേത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ അവിടെ ആ ബ്ലാക്ക് വര വന്നിട്ടുണ്ട്. സോ അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ ഈ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങളൊരു സിനിമയോ ഷോർട്ട് ഫിലിമോ മറ്റോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ആ സിനിമയുടെ ഫീൽ ലഭിക്കുന്നതിന് വേണ്ടി ഈ ട്രിക്ക് ഉപയോഗിക്കുക. സോ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം. സോ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു ഔട്ട്രോ ഉണ്ടാവും. ആ ഔട്ട്രോ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കിടത്തിയിടുക. സോ അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്രോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത ടിപ്പ്. സോ നിങ്ങൾ ആ കാണുന്ന 8 ചിത്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ആ ലെയർ ഓപ്ഷനിലേക്ക് മീഡിയ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക, മീഡിയ ബ്രൗസർ എടുത്ത് ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ക്രീം കളർ ആണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ എനിക്കൊരു സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനത് ഓറഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം ആ കളറിന്. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ കാണാം. ഇതൊന്ന് ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് മാറ്റി നോക്കുക. ശേഷം താഴെയുള്ള കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് എല്ലാം ഇതാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓവർലേ ഫിൽറ്റർ എടുത്ത് നല്ല ഭംഗിയിൽ തന്നെ അത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ശരി നിൽക്കുക. ശേഷം വീണ്ടും ലെയറിൽ പോയിട്ട് ഒരു ബ്ലാക്ക് ഇതെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിന് മാച്ച് ബ്ലാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത ശേഷം ഒന്ന് വലുതാക്കുക. ഇത് ഈ ആ കോർണറിലേക്ക് മാറ്റി വയ്ക്കുക. നിങ്ങൾ അതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. സോ അപ്പോൾ നമുക്ക് കാണുന്നതൊരു ഔട്ട്രോ സ്ക്രീന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു നല്ല ആനിമേഷൻ കൊടുക്കാം. ഓക്കെ, ഞാൻ വൈപ്പപ്പാണ് കൊടുത്തിട്ടുള്ളത്, അതാണ് എനിക്കൊരു സ്യൂട്ടബിളായിട്ട് തോന്നിയത്. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ശരി ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ വല്ല എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപാട് എഫക്ട്സ് നമ്മുടെ കൈമാസ്റ്റർ ആപ്പിലുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. 1.5 ആണ് ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ കാണാവുന്നതാണ് ഒരു ഔട്ട്റോയുടെ ആ ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അത്. ശേഷം നമ്മൾ ലെയർ പോയിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇത് അടിച്ചിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഫോണ്ടും ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വൈറ്റ് കളർ ഒരു ബോൾഡായിട്ടുള്ളൊരു ഫോണ്ടുമാണ് എടുക്കുന്നത്. ആൻഡ്രോയിഡിൽ ഏറ്റവും നിന്ന് ലേശം ഹാങ് ഉണ്ട്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നു, അതവിടെ വെക്കാം. മുകളിൽ വെക്കുന്നത് അത് നല്ലത്, അടിഭാഗം ചരിച്ചിട്ടായതുകൊണ്ട്. ഓക്കെ, ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിൽ കളർ മാറ്റാം വേണമെങ്കിൽ. ശേഷം എന്ത് ചെയ്യുക, ഞാനൊരു ബോൾഡാണ് എടുക്കുക, കാരണം ബ്ലാക്കിന് ബോൾഡായിട്ടുള്ളൊരു കളറാണ് മാച്ച് ആവുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാച്ച് മോർ എന്നും ടൈപ്പ് ചെയ്തിട്ട് മറ്റൊരിടത്ത് നിന്ന് വെക്കുക. ഞാൻ എനിക്കിഷ്ടമുള്ള ഫോണ്ടും
അതിൻ്റെ എഫക്റ്റൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് കൊടുക്കുക. കാരണം നമ്മൾ സാധാരണ 30 സെക്കൻഡാണ് ഉണ്ടാവുക. അതിൽ സബ്സ്ക്രൈബ് വരുന്നത് 3 സെക്കൻഡിലാണ്. പിന്നെ 3 സെക്കൻഡ് മതിയോ സാധാരണ ഒരു അത് ക്ലിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ലെങ്ത് ഒന്ന് ലേശം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താണ് വ്യൂർക്ക് കാണാനും ക്ലിക്ക് ചെയ്യാനും നമ്മുടെ ക്ലിക്ക് ത്രൂ റേറ്റൊക്കെ കൂട്ടാനൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടാവും. ശേഷം എന്ത് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ വാച്ച് മോർ എന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം അവിടെ ആ ബ്ലാക്കിലാണ് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ വരിക, മറ്റേ സ്ഥലത്താണ് നമ്മുടെ വീഡിയോസ് എൻഡ് സ്ക്രീൻ വീഡിയോസ് അപ്പിയർ ആവുക. ഓക്കെ, ഞാനിതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റിയാണ്. ഓക്കെ, ഞാനത് വാച്ച് മോർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, വാച്ച് മോർ ഞാൻ മൂവ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് ഔട്ട്രോ ഏകദേശം റെഡിയായി. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ രണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോസും അവിടെ വരും. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ മറ്റു ഭാഷയിലുള്ളവർക്ക് കൂടി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് കൊടുക്കും. അത് നിങ്ങളിപ്പോൾ ഒരു ഒറിജിനൽ സിനിമയൊക്കെ, ഒരു അത്യാവശ്യം നല്ല സിനിമയൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ് ടൈറ്റിൽസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ബ്ലാക്ക് കളറും ഒരു പ്രത്യേക ടൈപ്പിന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. സോ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്തതുപോലെ കാണാം, അതിൽ പോയിട്ട് വിജൻ്റെ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നതാണ് ബ്ലാക്ക്. പക്ഷേ അത് നമുക്ക് എന്താണ് സ്ക്രീനിൽ മൊത്തമുള്ളത് കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്തിട്ടുണ്ട്. ലെയറായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ, അറിയാതെ മറ്റേതുപോലെ എടുത്തതാണ്. ഒക്കെ ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അവിടെ വെച്ചിട്ട് അതിന് സൈസ് ഒന്ന് കൂട്ടുക. ഏകദേശം അതിൻ്റെ അതേ സൈസിന് വേണ്ടി വരും. ഓക്കെ, ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ബ്ലെൻഡിങ്ങിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കൂട്ടാം, ഓവർലേ ഒക്കെ വെക്കാം. പക്ഷേ അതിന് നമുക്ക് വേണ്ട ഫീലിംഗ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രോപ്പിംഗ് എന്ന ഓപ്ഷനിൽ പോയിട്ട് മാസ്ക് ഓൺ ചെയ്തിട്ട് ഫെദർ എന്ന ഓപ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ എന്താണ്, അപ്പോൾ ലൈറ്റായിട്ടുള്ളൊരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. സോ ആ മാസ്ക് മാറ്റിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പാക്കാണ് അത്യാവശ്യം കൂടി നല്ല ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സബ് ടൈറ്റിൽസ് അവിടെ ടെക്സ്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ സബ് ടൈറ്റിൽ അടിക്കാൻ പോകുന്നത് സബ്സ്ക്രൈബ് എന്ന് സബ് ടൈറ്റിലായിട്ട് അടിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാൻ വർക്കൊക്കെ ചെയ്യും, പക്ഷെ എത്ര എളുപ്പമൊന്നും വേണ്ട, പരമാവധി ചെറുതാക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കാണാവുന്നതാണ് പ്രത്യേക ഒരു ഡാർക്ക് കളർ ലഭിക്കും. അപ്പോൾ നമ്മൾ വ്യൂവേഴ്സിന് കാണുന്നത്ര കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. സോ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു.